നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നല്ല പഴുത്ത മാങ്ങ, പ്രത്യേകിച്ച് നാട്ടുമാങ്ങ. ഇതുണ്ട്, ഈ ചെറിയ മാങ്ങ കഴിക്കാത്ത ആൾക്കാരെങ്കിലും ഉണ്ടോ? ഈ മാങ്ങ ഉണ്ടല്ലോ, പച്ചയാണെങ്കിൽ അന്യ പുളിയായിരിക്കും, പക്ഷേ പഴുത്ത് കഴിഞ്ഞാണല്ലോ നല്ല മണവും നല്ല മധുരമായി മാങ്ങയ്ക്ക്. ഈ മാങ്ങായും കിട്ടും, ഈ നാട്ടുമാങ്ങ കിട്ടും. നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കിയോ, മാമ്പഴ പുളിശ്ശേരി. ആർക്കാണ് ഇഷ്ടമല്ലാത്തല്ലേ? നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അത് ഇഷ്ടം. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് അത് ചെയ്തെന്ന് നോക്കാം. ഇതുണ്ട്, നല്ല പഴുത്ത മാങ്ങ. ഇത് ചീപ്പി കുടിച്ച് തിന്നാത്ത ആൾക്കാരുണ്ട് നമ്മൾ മലയാളികൾ. പലർക്കും ഇത് ഇഷ്ടമാണ്. പണ്ടൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇത് ഒരുപാട് കഴിച്ച ഓരോ ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊരു നാടനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൺചട്ടിക്കകത്ത് തന്നെയാണ് അത് ചെയ്യേണ്ടത്. ഈ പഴുത്ത മാങ്ങ ഒന്നി തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് ഇടാം, അതല്ല തൊലിയോട് കൂടി തന്നെ ചേർക്കാം. ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നത്. ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഈ മാവെന്ന് പറയുമ്പോഴല്ലോ, ഇത് ഭയങ്കര വണ്ണം നല്ല പൊക്കത്തി വളരുന്ന ഒരു മാവാണ്. ഈ മാങ്ങ ഉണ്ടാകുന്ന മാവ് നമ്മളൊരു 6 മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പഴുത്ത ഏത്തപ്പഴം അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇച്ചിരി മധുരമൊക്കെ ഉള്ളതാണ്. ഈ ഏത്തപ്പഴത്തിന് പകരമായിട്ട് ശർക്കര വേണേലും ചേർക്കാവുന്നതാണ്. പഴം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് പച്ചമുളക്, ഒരു 5-6 പച്ചമുളകും കൂടെ ഉണ്ട് മുറിച്ച് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചങ്ങോട്ട്. പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്, അതിനോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് പോരാഴിക്കുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടുപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പത്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. മാമ്പഴ പുളിശ്ശേരി വളരെ പ്രസിദ്ധമാണ്. പല ആൾക്കാർക്കും നല്ലപോലെ ചെയ്യാനും അറിയാം കേട്ടോ. അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾ ചെയ്യുന്ന രീതി ഒന്നാണോ നോക്കിക്കോണം, അത്രേ പറയാനുള്ളൂ. ഏതായാലും ശരി, നമുക്ക് പഴവും മാങ്ങായും ഒക്കെ ഇട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. മാങ്ങായും ഏത്തപ്പഴവും എല്ലാം കൊണ്ട് വേകട്ടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പൊക്കെ വേണം. ഒരു തേങ്ങയുടെ പകുതി അത് ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മാമ്പഴത്തിനകത്ത് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത്. ഇനി തേങ്ങയ്ക്കകത്തൂടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതേപോലെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജീരകത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക എന്നുള്ളത്. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് വേണം നമുക്കത് അരച്ചെടുക്കാനായിട്ട്, അല്ലാതെ അരയത്തില്ലല്ലോ. കാരണം ഇത് തേങ്ങ അരയത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് അരയ്ക്കാൻ കൊടുക്കട്ടെ. അപ്പോൾ അത് അരച്ചോണ്ട് വരട്ടെ. ആ സമയം കൊണ്ട് ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. ഒരല്പം കറിവേപ്പില അതുകൊണ്ട് ഇനി ഒന്ന് ഇളക്കി. ഇപ്പം മാങ്ങായും നമ്മുടെ ഏത്തപ്പഴവും ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഏത്തപ്പഴം പിന്നെ വേറെ ആയിരുന്നു, നല്ല പഴുത്തായിരുന്നു കേട്ടോ. എന്നാലിപ്പോൾ വെയിലായതുകൊണ്ടല്ലോ ഏത്തപ്പഴമൊക്കെ നമ്മൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്ന് 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഏത്തപ്പഴത്തിൻ്റെയൊക്കെ കളർ മാറും. പഴം വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചട്ടവും കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. കാരണം ഇതും ഒരു മധുരത്തിന് വേണ്ടിയാണ് ഞാൻ പഴം ചേർത്ത്. ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഈ ഏത്തപ്പഴവും മാങ്ങായൊക്കെ ഒന്ന് വെന്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം, ചെറിയ തീ. അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം വെള്ളം ഒഴിച്ച് ജാറിൻ്റെ അകത്ത് ഈ അരപ്പൂടെ നമുക്ക് ഇങ്ങോട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് തിളയ്ക്കണം. ഇപ്പോൾ
ഇപ്പോൾ നേട്ടം കണ്ടോ, ഇതുണ്ട് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഒരു 6 ലിറ്റർ തൈര്, അത്യാവശ്യം നമുക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള പുളിയേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് ഉടച്ചിട്ടിട്ടെടുക്കണം. ഇനി നമുക്ക് ഈ തൈര് ഒഴിച്ച് കൊടുക്കാം. ആ തൈര് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി നല്ല പറഞ്ഞ് ഇളക്കി കൊടുക്കുക. ഒരല്പം എടുത്ത് ഇങ്ങനെ നോക്കണം. എന്നാന്നറിയോ, ഇച്ചിരി ഉപ്പ് കുറവാന്ന് തോന്നുന്നു. കുറവാണെങ്കിൽ അല്പം ചേർക്കണം. ഒന്ന് നോക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഉപ്പ് കുറവാണ്, നമുക്ക് രണ്ടാമത് ചേർക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അവിടെ കൊണ്ടിട്ട് കൊടുക്കുക. അല്പം ഉപ്പ് പൊടിയും കൂടെ ഇളക്കിയതിന് ശേഷം ഇപ്പം അത് ഓക്കെ ആയി. ഇത് തൈര് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തിളക്കല്ല. നമുക്കറിയാമല്ലോ, തിളച്ച് കഴിഞ്ഞാൽ അത് പീരയും വെള്ളം പോലെ ആവും. അതുകൊണ്ട് തിളക്കല്ല, നല്ലപോലെ ചൂടാകണം. നന്നായിട്ടത് ചൂടാകട്ടെ. ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് നേരെ താഴോട്ട് വെക്കും. ഇവിടോട്ട് വെക്കും. ഈ അടുപ്പത്തോട്ട് തന്നെ നമുക്കൊരു പാനം കൊണ്ട് വെച്ച് കൊടുക്കുക. പാനം ചൂടായതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അല്പം കടുക് ഒന്ന് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു നുള്ളു ഉലുവ കൂടണ്ട, ഇതേപോലെ കുറച്ചിട്ടാൽ മതി. ഉലുവായും കടുകൊക്കെ റെഡിയായതിന് ശേഷം ഒരു 5-6 കൊച്ചുള്ളി ഇതേപോലെ ചെറുതായിട്ടായിരിക്കും. കറി നമ്മുടെ നാടൻ കറിയല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ഇച്ചിരി താളിച്ചൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് തന്നെ കറി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3-4 വറ്റൽമുളക് അത് ഇട്ട് കൊടുക്കും. കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പില. ഇപ്പോൾ താളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം അടുപ്പം വെക്കും. ഇപ്പോൾ താളിച്ചത് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ചോറുണ്ണുമ്പോൾ തീർച്ചയായിട്ടും ഇച്ചിരി പച്ചമോരോ പുളിശ്ശേരിയോ സാമ്പാറോ ഒക്കെ ഒഴിച്ച് കഴിക്കുന്ന ഒരാൾക്കാരാണ് നമ്മളെല്ലാവരും, അല്ലേ? തീർച്ചയായിട്ടും ഈ പുളിശ്ശേരി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യും. ഈ മാമ്പഴവും അതേപോലെ പഴുത്ത ഏത്തപ്പഴമൊക്കെ ഇട്ട് പുളിശ്ശേരി ചെയ്തിട്ടുള്ളൂ. പലർക്കും അറിയാം, എന്നാലും അറിയാൻ പറ്റാത്തവർക്ക് ഞാൻ പഴുത്തത് മാത്രമേ ഉള്ളൂ. പക്ഷേ പൊളിയായിട്ട് കേട്ടോ, തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്നുണ്ട്, ഏത്തപ്പഴവും കിട്ടുന്നുണ്ട്. കടുകൊക്കെ പൊട്ടിച്ചല്ലേ, നമുക്ക് ഒന്ന് ഇളക്കി ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇതേപോലത്തെ മാങ്ങായിട്ട് പുളിശ്ശേരി ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഏതായാലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ ഇഷ്ടമാണിത്. ചേർന്ന് കഴിക്കട്ടെ. വേറെ ഒരു കാര്യം വേണ്ട കേട്ടോ, ഇതേപോലത്തെ മാമ്പഴ പുളിശ്ശേരിക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരല്പം മധുരമുണ്ട്, അല്ലേ? ഇതാ കറക്റ്റ്. ആ പഴുത്ത ഏത്തപ്പഴമൊക്കെ ചേർത്തപ്പോഴത്തേക്കുണ്ടത്. ഈ മാങ്ങയ്ക്കെല്ലാവരും നല്ല മധുരമാണ്. ഇച്ചിരി ഏത്തപ്പഴം കൂടെ ഒക്കെ ചേർത്തപ്പോൾ മധുരം ഓക്കെ. ഇങ്ങനെ നേരം കേട്ടോ, അത്യാവശ്യം മധുരവും പുളിയും ഒക്കെ ചേർന്ന് നല്ല അടിപൊളി കോമ്പിനേഷൻ. നിങ്ങൾ തീപ്പി കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നാട്ടുമാങ്ങായും കൊണ്ട് നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഏത്തപ്പഴമൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും അറിയാൻ പറ്റത്തുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം. ബൈ.